അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്ന് പറയുന്നത് ഇന്നലെ നമ്മളിട്ട ആ ട്രാവൽ വ്ളോഗിൻ്റെ ബാക്കിയാണ്, അതായത് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ വിചാരിച്ചത് നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റൂല എന്നാണ്. പക്ഷേ കുറേ ആൾക്കാർ പുറത്തിറങ്ങണ കണ്ടപ്പം ഞങ്ങൾ അങ്ങനെ ഇറങ്ങി കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ വേറൊരു കപ്പലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറേ വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ പോണത് MV കോറൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പലിലാണ്. അപ്പോൾ ഇത് അത്ര വലുതൊന്നുമല്ല, ഒരു ചെറിയ കപ്പലാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് അനൗൺസ്മെൻറ്റ് വന്നു, കപ്പലിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു എന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ വീണ്ടും ആൾക്കാർ വരുന്നുണ്ടായിരുന്നു, അവർക്കുള്ള എന്തോ ഒരു അനൗൺസ്മെൻ്റ് ആയിരുന്നു കേട്ടോ അത്. ഇത് ഇപ്പോൾ വരുന്ന ആൾക്കാർ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ടിക്കറ്റ് കൺഫേം ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ആദ്യം കൺഫേം ആയവർ വേഗം കയറിയേക്കണം കേട്ടോ. പിന്നെയാണ് അനൗൺസ്മെൻറ്റ് വന്നത് എല്ലാവരും കയറണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളെ സ്ഥലത്തേക്ക് പോയിട്ടോ. ഞങ്ങളെ സീറ്റിൻ്റെ അവിടെയൊക്കെ പോയിട്ട് ഞങ്ങൾ നേരെ കപ്പലിൻ്റെ ഏറ്റവും മുകളിൽ ടോപ്പിൽ പോകാൻ വിചാരിച്ച്. അങ്ങനെ പോകുമ്പോഴാണ് വീണ്ടും അനൗൺസ്മെൻറ്റ് വന്നത്, എല്ലാവരും അവനവൻ്റെ സ്ഥലത്തിരിക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടുന്ന് ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ സ്ഥലത്തേക്ക് പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അപ്പോഴാണ് ഒരു 7 ആയപ്പം അനൗൺസ്മെൻറ്റ് വീണ്ടും വന്നു, ഫുഡ് കഴിക്കാനുള്ളവർ വേഗം ക്യാൻറ്റീനിൽ പോകുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളെ ക്യാൻറ്റീനിൽ പോയി നോക്കി. അപ്പോൾ അവിടെ നമ്മളെ നോർമൽ ചോറില്ല, ഞങ്ങൾക്കാണെങ്കിലോ ഇവിടുത്തെ ബിരിയാണി ഇട്ടേ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ അപ്പുറത്തുള്ള വേറൊരു ക്യാൻറ്റീനിൽ പോയിട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ അപ്പോൾ ഞങ്ങളിങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ഇപ്പോഴാണെങ്കിലോ എടുത്ത ഫോട്ടോസൊക്കെ നോക്കുകയാണ്. അപ്പോൾ അതിന് ചോറ് വന്നു കേട്ടോ. അപ്പം ചോറിന് നമുക്ക് ഒരു പട്ടാണീൻ്റെ ഒരു കൂട്ടാനും പിന്നെ ഫിഷ് ഫ്രൈയും അച്ചാറൊക്കെ ആയിരുന്നു. ഫസ്റ്റ് തന്നെ ഞാനതിൽ ആ വാട്ടർ മെലൺ എടുത്ത് തിന്നു കേട്ടോ. ഇത് ഫസ്റ്റാണോ ലാസ്റ്റാണോ തിന്നേണ്ടതെന്ന് എനിക്കൊരു പിടിയില്ല, ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കൈയൊക്കെ കഴുകിയിട്ട് മേലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ മേലേക്ക് പോയി. ഞാൻ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ മറ്റാൾ ഭയങ്കര ഡാൻസിലൊക്കെയാണ് കേട്ടോ. അങ്ങനെ കയറി അവിടെ കുറേ നേരമൊക്കെ നിന്നു. ഇവിടുത്തെ ഡോറ് ഭയങ്കര കാനാണ് കേട്ടോ, AC ആയതുകൊണ്ട് ഭയങ്കര ജാമായിട്ടുള്ള ഡോറാണുള്ളത്. അങ്ങനെ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഷിപ്പ് എടുക്കാൻ ഏകദേശം ഒരു 8 മണി 7:45 ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഷിപ്പ് കായലിൽ കൂടെ ഉണ്ടോ പോണത്, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. അങ്ങനെ കുറേ നേരം നിന്നൊക്കെ കഴിഞ്ഞപ്പം കടലിലേക്ക് കയറിയെന്ന് തോന്നി. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തലകറക്കമൊക്കെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് അവിടുത്തെ ബീച്ച്, ഇതാ പോർട്ട് കൊച്ചിയിലാട്ടോ അപ്പോൾ ഉള്ളത്. അങ്ങനെ നമ്മൾ കടലിൽ കയറിയപ്പം തലകറക്കും എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ എവിടെ പോയാലും ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റുണ്ടായിരുന്നു, രാത്രിയല്ലേ അപ്പം ഭയങ്കര കാറ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്നിടയിൽ ഒരു കപ്പൽ കണ്ടിട്ടോ, വേറെ ഒരു കപ്പൽ ഫുള്ള് ലൈറ്റായിട്ട്. പിന്നെ ഞങ്ങൾക്ക് വയ്യാതൊക്കെ തോന്നിയപ്പം ഞങ്ങൾ നേരെ കിടക്കാനായിട്ട് പോയി. അതിൻ്റെ മുമ്പ് ഇഷ നിസ്കരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ കർട്ടനും നീക്കി ലൈറ്റൊക്കെ ഓണാക്കി ഓഫാക്കി കളിച്ച് നോക്കിയിട്ടോ. പിന്നെ ഞാൻ പുതപ്പൊന്നും എടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഷോക്സൊക്കെ എടുത്ത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ AC ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ പുതപ്പ് എന്തായാലും എടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ വേഗം കിടന്നുറങ്ങാൻ നിന്നു. പിന്നെ ഉറക്കമൊന്നും അങ്ങനെ വരുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉറങ്ങി എണീച്ചതൊരു 3 മണി ആ ഒരു ടൈമിലൊക്കെയാണ് തോന്നുന്നത്. ഞാൻ കറക്റ്റ് ടൈം നോക്കിയിട്ടില്ല, 4:15 ആയിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ ഞാൻ ബെഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നോക്കിയപ്പം 5:30 ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ആ ഹോളിലൂടെ നോക്കിയപ്പം ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ, തിരക്ക് വന്നിട്ട്. അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ച് അപ്പം തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുത്തത് ഇപ്പോഴാണെന്നുള്ളൂ. കയറിയ സമയത്തും എനിക്ക് ഭയങ്കര തലകറക്കമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തലക്ക് കറങ്ങി ഛർദ്ദിക്കാൻ വരലൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മച്ചി ഛർദ്ദിച്ചിട്ടോ. അപ്പോൾ ഉമ്മച്ചി പോയിട്ട് ഒരു ചായയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന്. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിയണതിൻ്റെ മുമ്പ് തന്നെ മിനി ക്ലാസ് കയറിയിട്ട് ക്ലാസ് ഡസ്റ്റ്ബിന്നിൽ ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സൺറൈസൊക്കെ ആയി തുടങ്ങിയിരിക്കണേ. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ. പിന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു ഈ അറ്റം കാണാത്ത കടലിങ്ങനെ കാണുമ്പോൾ. അങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അങ്ങനെ നടന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തലകറക്കമൊക്കെ വരുന്നത്. നമ്മളിങ്ങനെ കടലിൽ നോക്കിയിരിക്കുമ്പം അങ്ങനെ തലകറക്കമൊന്നും വരുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അതാ കാണുന്ന നമ്മളെ ഒരു ദ്വീപ്. ഇതിൽ എങ്ങനെ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, കുറച്ചും കൂടി അടുത്തെത്തിയാൽ നല്ലപോലെ കാണും കേട്ടോ.
എൻ്റെ കയ്യിൻ്റെ ആ ഒരു വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ ദൂരത്തുനിന്ന് നോക്കുമ്പോൾ. ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് അറിഞ്ഞില്ലല്ലോ, ഏത് ദ്വീപിക്കാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പോണത് ആന്ത്രൂത്ത് ദ്വീപിലേക്കാട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ നേരത്തിന് ശേഷം ഒരു ദ്വീപ് കണ്ടിട്ടോ. ഒരു ദ്വീപല്ല, ആന്ത്രൂത്ത് ദ്വീപ്. നമ്മൾ ദ്വീപിനോട് അടുക്കാനായപ്പം കടലിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ലൈറ്റ് കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ ദ്വീപിനോട് അടുക്കുന്നത് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ സൂമൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്, ബിൽഡിങ്സൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരത്തിന് ശേഷം, കുറച്ചധികം നേരത്തിന് ശേഷം നമ്മൾ അവിടെ അടുപ്പിച്ചിരിക്കണം കേട്ടോ. ഞങ്ങൾ ലഗേജൊക്കെ എടുത്തിട്ട് നേരെ ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ഗൈസ്. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളും അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ലഗേജൊക്കെ പിടിച്ച് ഇറങ്ങുമ്പോൾ ചെറിയൊരു പേടിയുണ്ടായിരുന്നു, പിന്നെ അതൊക്കെ. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ആ ഷിപ്പിലുള്ള ഒരുവിധം ആൾക്കാർ മൊത്തം ദ്വീപ് വരെ തന്നെയായിരുന്നു. കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ കേട്ടോ. ഇറങ്ങിയപ്പോൾ ഈ ഒരു കടൽ കണ്ടപ്പോൾ എൻ്റെ മോനെ എന്ത് സന്തോഷമാണെന്നറിയോ, എന്ത് ഭംഗിയാണെന്നറിയോ. നമ്മളവിടെ ഉള്ളതൊന്നും കടലല്ല എന്ന് എനിക്ക് അപ്പോഴാണ് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ എടുത്തിട്ട് നേരെ ഒരു ഓട്ടോറിക്ഷയിൽ പോകാൻ പോവാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെർമിറ്റൊക്കെ അവിടെ കാണിക്കാണ്ടായിരുന്നു, ഞങ്ങളത് കാണിക്കാതെ ഓർമ്മയില്ലാതെ പോയി. അങ്ങനെ പിന്നെ വീണ്ടും വീട്ടിൽ നിന്ന് വന്നിട്ടാണ് ഞങ്ങൾ പെർമിറ്റ് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളൊരു ലക്ഷദ്വീപ് ട്രാവലിംഗ് വ്ളോഗ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. അപ്പോൾ പിന്നെ കാണാം. അപ്പോൾ ശരി, എന്നാൽ ബൈ.